സൂര്യവംശ രാജാവായിരുന്ന നൃഗൻ രാജാവായി മാറിയ വേളയിൽ ബ്രാഹ്മണന്മാർക്ക് യഥേഷ്ടം ഗോക്കളെ ദാനം നൽകാൻ തീരുമാനിച്ചു. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ദാനം നൽകിയ ഒരു ഗോവ് ദാനം നൽകാൻ നിർത്തിയിരുന്ന ഗോക്കളുടെ കൂട്ടത്തിൽ വന്നു നിന്നു. ഇതറിയാതെ രാജാവ് ആ ഗോവിനെ മറ്റൊരാൾക്ക് ദാനം നൽകി. പക്ഷേ ഫലം മറ്റൊന്നായിരുന്നു. ഗോവിന്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി ബ്രാഹ്മണന്മാർ തമ്മിൽ തർക്കം തുടങ്ങി. ഇരു ബ്രാഹ്മണന്മാരും രാജാവിന്റെ കൊട്ടാരത്തിലെത്തി. തെറ്റു മനസ്സിലാക്കിയ രാജാവ് അവരോട് ക്ഷമ യാചിച്ചു. പക്ഷേ അവർ ദേഷ്യത്തോടെ അവിടെ നിന്നും യാത്രയായി. ധർമ്മസങ്കടത്തിലായ നൃഗൻ ധർമ്മദേവനെ കണ്ട് സങ്കടമുണർത്തിച്ചു. തെറ്റിന് ശിക്ഷ അനുഭവിച്ചേ തീരുവെന്ന് ധർമ്മദേവൻ പറഞ്ഞു. അങ്ങനെ നൃഗൻ ഒരു ഓന്തിന്റെ രൂപത്തിൽ 1000 സംവത്സരം ഒരു കൂപത്തിൽ കഴിയേണ്ടതായി വന്നു. തുടർന്ന് ദ്വാപരയുഗത്തിൽ ഭഗവാൻ നാരായണന്റെ അവതാരമായ സാക്ഷാൽ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ ശാപമോക്ഷത്തിൽ നിന്നും മുക്തനാക്കുമെന്ന് ധർമ്മദേവൻ അരുൾ ചെയ്തു. അതിൻ പ്രകാരം ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന് ശാപമോക്ഷം നൽകി.